ഹലോ, എന്താ വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? സുഖമായിരിക്കണേ. പിന്നെന്താണ്, ഇന്നലൊന്നും സുഖമില്ലായിരുന്നു, ഭയങ്കര പനി ഉണ്ടായിരുന്നു. അപ്പോൾ കുറവായിട്ടാണ്. പിന്നെന്താ, വേറെന്താ, അങ്ങനെ പോകണം. എല്ലാവരും നല്ല കമൻ്റൊക്കെയാണ് ഇടുന്നത്. എന്തായാലും നല്ല മെസ്സേജുകൾ, നല്ല കമൻ്റൊക്കെ എനിക്ക് വിടാറുണ്ട്. നമുക്ക് അതേപോലെ തന്നെയാണ് ഇനി ഉണ്ടാവണം. നിങ്ങളെ കമൻറ്റും നിങ്ങളെ ഷെയറും പിന്നെ സബ്സ്ക്രൈബും ഒക്കെ കാത്തിരിക്കണം. ഞാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് വേണ്ടിയിട്ട്. പിന്നെന്താ, പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ ലൈക്കും കമൻറ്റ് ഷെയറും ചെയ്യാം. നെഗറ്റീവ് കമൻറ്റുന്നവർ അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കട്ടെ. അതിന് ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നം വെച്ചാൽ ഒരു പ്രശ്നമില്ല. കാരണം അവരെ നമ്മൾ നന്നാക്കാൻ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. നമ്മളെ വഴി, അവരെ വഴി. ഞാൻ അതിനെ പ്രതികരിക്കാൻ നിൽക്കുകയില്ല. കാരണം ഒരുപാട് ആൾക്കാർ അവരെ ചീത്ത വാക്കുകൾ പറഞ്ഞിട്ടൊക്കെ പ്രതികരിക്കാൻ നിൽക്കുന്നു. പക്ഷെ ഞാൻ പ്രതികരിക്കില്ല. ഞാനിങ്ങനെ പോകും. ഞാൻ എൻ്റെ വീഡിയോ നിർത്തില്ല. ആര് നെഗറ്റീവ് പറഞ്ഞാലും ഞാൻ വീഡിയോ ഇടുന്നത് ഇട്ടുകൊണ്ടിരിക്കും. ഞാൻ മോശമായിട്ടുള്ളൊരു വീഡിയോ ഇടുന്നില്ല. അപ്പോൾ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. യൂട്യൂബ് ചാനൽ എൻ്റെ വീഡിയോസിലുണ്ട്. അതൊക്കെ നമ്മൾ കയറി കാണണം. ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ എൻ്റെ വീഡിയോസിലുണ്ട്. അതൊക്കെ നമ്മൾ കയറി കണ്ട് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം കേട്ടോ. ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം. അപ്പോൾ അതൊരിക്കലും മറക്കണ്ട. നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ ഇടുന്നത്. നിങ്ങൾ കയറി കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഇന്ന് വീഡിയോ കോൾ ഞാൻ കുറേ ചെയ്തു അവൾക്ക് വീഡിയോ കോൾ. അവളെനിക്ക് ഞാൻ ചെയ്യുമ്പോൾ അവളെടുക്കില്ല. അവൾ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഞാൻ എന്തെങ്കിലും തിരക്കില്ലായിരിക്കും. അതിനാൾക്ക് ദേഷ്യം പിടിച്ചിട്ട് പോയിട്ടുണ്ട്. ദേഷ്യം പിടിച്ചിട്ടില്ല, ചെറുതായിട്ട് ഞാൻ കളിയൊക്കെയാണോന്ന് വെച്ചിട്ട് വരാണ്ടിരിക്കില്ല. പിന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് എൻ്റെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. ഞാൻ ഇതുവരെ ഒരാൾക്കും എത്രയോ വീഡിയോസുകൾ നമ്മൾ കാണുന്നുണ്ട്, മോശമായിട്ടുള്ള വീഡിയോസുകൾ കാണുന്നുണ്ട്, പല വീഡിയോസുകളും കണ്ട് ഞാൻ ഇന്ന് വരെ ഒരാളെ വീഡിയോസിന് പ്രതികരിച്ചിട്ട് ഞാൻ ഒരിക്കലും ഇതുവരെ ഇട്ടിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല. അത് അവരെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അവരെന്ത് ചെയ്യണം, ഏത് ചെയ്യണം, അവരതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അതിന് നമ്മളെന്തിനാണ് തലയിടേണ്ട ആവശ്യം? നമ്മൾ തലയിട്ട് അതിനെന്തിനാണ് നമ്മൾ വലിയതാക്കി കൊണ്ടുവരുന്നത്? നമുക്ക് പറ്റിയ ചെറിയൊരു വീഡിയോ ഇട്ട് നമ്മളെ സന്തോഷങ്ങൾ കണ്ടെത്തി, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തിനാണ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത്? നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർക്കാണ് ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്. എന്തിനാണ് വെറുതെ ബുദ്ധിമുട്ടിച്ചിട്ട്? നമ്മൾ വീഡിയോയുടെ താഴത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ, നിങ്ങൾ പോയിക്കോ. നിങ്ങൾ നിർബന്ധിച്ചിട്ട് കാണാൻ പറയണമെന്നില്ല. ഒരുപാട് ഒരു 10,000 4,000 അതിലപ്പുറം ആൾക്കാർ എൻ്റെ വീഡിയോസുകൾ കാണാം. അവരൊക്കെ എത്രയോ നല്ല കമൻറ്റുകൾ ഇടുന്നുണ്ട്. അവർക്കൊക്കെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുണ്ടാവും അവരോട്. എനിക്ക് അത് ആണുങ്ങളാവട്ടെ പെണ്ണുങ്ങളാവട്ടെ എല്ലാവരോടും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവരൊക്കെ കാരണമാണ് ഞാൻ അത്രയും ഫോളോവേഴ്സ് ആയതും ഇത്രയും ഞാൻ ഈ ഭാഗത്തേക്ക് എത്തിയതും. പിന്നെ എന്തിനാണ് നെഗറ്റീവ് ഇടുന്നവരോട് പ്രശ്നമില്ല. എല്ലാവരും എന്നോട് ചോദിക്കുന്നത് നെഗറ്റീവ് പറയുമ്പോൾ നിനക്ക് എന്തെങ്കിലും പറഞ്ഞു, അതിൻ്റെ ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞു ഞാൻ അവരോട്. അവരവിടെ ഇരുന്ന് പറഞ്ഞിട്ട് അവർക്ക് വേറെ തൊഴിലൊന്നുമില്ലല്ലോ. നമ്മളെ വിറ്റ് കാശാക്കണമെങ്കിൽ കാശാക്കിക്കോട്ടെ എന്ന് വിചാരിക്കും ഞാൻ. അതിലെനിക്ക് വിഷമമൊന്നുമില്ല. അപ്പോൾ അതേപോലെ എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ അവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ, ബൈ.